Hello my dear students, welcome back to our class. So in today's class we are going to discuss some problems which are related to the mean, standard deviation and variance of binomial distribution. So the first question is, for a binomial distribution, mean is 4, variance is 12 by 9. Write down all the terms of the distribution. നമ്മളോട് ചോദിച്ചേക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും എഴുതുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഓരോ ടേമും കണ്ടുപിടിക്കുക എന്ന്. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? NCX P raised to x into Q raised to n minus x. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് n എന്താണെന്നറിയില്ല, പി എന്താണെന്നറിയില്ല, ക്യൂ എന്താണെന്നറിയില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? മീനും വേരിയൻസും മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ ടേംസും എഴുതാൻ ചോദിച്ചിരിക്കുക. അപ്പം എല്ലാ ടേംസും എഴുതണമെങ്കിൽ ഓരോ ടേമും കറസ്പോണ്ടിങ് ആയിട്ട് മാറുന്ന എന്തിൻ്റെ വാല്യൂ അനുസരിച്ചാണ്? എക്സിൻ്റെ വാല്യൂസ് അനുസരിച്ച്. അപ്പോൾ എക്സ് 0 ആകാം, 1 ആകാം, 2 ആകാം. അങ്ങനെ n കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നിൻ്റെ അത്രയും വാല്യൂസ് നമ്മുടെ ആർക്ക് എക്സിന് എടുക്കാൻ പറ്റും. അപ്പോൾ എന്നും പിയും ക്യൂ ഒന്നും അറിയത്തില്ല, പകരം എന്തേ അറിയാവുള്ളൂ? മീൻ അറിയാം, മീൻ 4 ആണെന്നറിയാം. അതുപോലെ വേരിയൻസ് എന്താണെന്നറിയാം. വേരിയൻസ് എന്ന് പറയുന്നത് 12 by 9 ആണെന്നും അറിയാം. ഇനി എന്താണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് നമുക്കറിയാം അല്ലേ? n ഇൻറ്റു പി ആണ് 4. ഓക്കെ, ഇനി വേരിയൻസ് എന്താണെന്നും നമുക്കറിയാം. വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് NPQ ആണ്. അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് NPQ. അപ്പം NPQ ആണ് നമുക്ക് എന്തെന്ന് തന്നേക്കുന്നത്? 12 by 9 എന്ന് തന്നിരിക്കുന്നത്. NPയും തന്നിട്ടുണ്ട്, NPQയും തന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുന്നു, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ LHSൽ ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യണം, ദാറ്റ് ഇസ് NPQ ഡിവൈഡഡ് ബൈ NP. അതാണ് LHS വരിക. RHS എന്ത് വരും? 12 by 9 ഡിവൈഡഡ് ബൈ 4 എന്നും വരും. സോ വാട്ട് ഇസ് NPQ ഡിവൈഡഡ് ബൈ NP? NPയും ക്യാൻസൽ ആവും, ദാറ്റ് ഇസ് Q എന്ന് കിട്ടും. സോ 12 by 9 ഡിവൈഡഡ് ബൈ 4, 12 by 9 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 4, ദാറ്റ് ഇസ് 1 by 4 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ? ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് ഇസ് 3 by 9 വിച്ച് ഇസ് 1 by 3. അപ്പോൾ നമുക്ക് Q എന്താണെന്ന് കിട്ടി? 1 by 3 ആണെന്ന് കിട്ടി. Q 1 by 3 ആണെങ്കിൽ P എന്തായിരിക്കും? 1 minus Q ആയിരിക്കും, ദാറ്റ് ഈസ് 1 minus 1 by 3 വിച്ച് ഇസ് ഈക്വൽ ടു 2 by 3. അപ്പോൾ പിയും ക്യൂവും കിട്ടി അല്ലേ? അപ്പം പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. അപ്പം NP എന്താണെന്നറിയാം? 4 ആണെന്നറിയാം അല്ലേ, ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഇനി P എന്താണെന്നറിയാം? P എന്ന് പറയുന്നത് 2 by 3 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ NP ഡിവൈഡഡ് ബൈ P ഒന്ന് ചെയ്ത് നോക്കാം. NP ഡിവൈഡഡ് ബൈ P എന്ന് വെച്ചാൽ 4 ഡിവൈഡഡ് ബൈ 2 by 3. അപ്പോൾ നമുക്കറിയാം പിയും ക്യാൻസൽ ആയി പോവും, വിച്ച് ഇംപ്ലൈസ് n ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 by 3 വിച്ച് ഇസ് 4 ഇൻറ്റു 3 by 2. നമുക്കിത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അതായത് n എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് P കിട്ടി, Q കിട്ടി, N കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചേക്കുന്ന റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്നാ അല്ലേ? അപ്പോൾ റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? P of x is equal to 0 കണ്ടുപിടിക്കണം. അടുത്തത് P of x is equal to 1 കണ്ടുപിടിക്കണം. അടുത്തത് P of x is equal to 2 കണ്ടുപിടിക്കണം. P of x is equal to 3 കണ്ടുപിടിക്കണം. P of x is equal to 4 കണ്ടുപിടിക്കണം. P of x is equal to 5 കണ്ടുപിടിക്കണം. P of x is equal to 6 കണ്ടുപിടിക്കണം. സോ എക്സിൻ്റെ വാല്യൂസ് 0 തൊട്ട്, അതായത് നമ്പർ ഓഫ് സക്സസ് 0 ആകാം, 1 ആകാം, അങ്ങനെ എത്ര വരെ ആകാം? 6 വരെ ആകാം, കാരണം n എന്താണ്? 6 ആണ്. അപ്പം ഇത് ഓരോന്നും കണ്ടുപിടിച്ചാൽ അതാണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഫോർമുല എഴുതാം. NCX n എന്താണ്? 6 ആണ്. അപ്പോൾ 6C0 P raised to x. P എന്താണ്? P is 2 by 3. So 2 by 3 raised to 0 into 1 by 3 raised to 6. Again 6C1 into 2 by 3 raised to
സക്സസ് എത്രയാണ് 1 ആണ് ഇൻറ്റു q എന്താണ് 1/3 raised to 5. Again 6c2 into 2/3 raised to 2 into 1/3 raised to 4. Again 6c3 into 2/3 raised to 3 into 1/3 raised to 3. അടുത്തത് p of x is equal to 4. 6c4 into 2/3 raised to 4 into 1/3 raised to 2. Again 6c5 is into 2/3 raised to 5 into 1/3 raised to 1. p of x is equal to 6 എന്ത് വരും 6c6 into 2/3 raised to 6 into 1/3 raised to 0 എന്ന് വരും. ഇത് ഓരോന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഓരോ ടേംസും ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കിട്ടും. അപ്പം മീനും വേരിയൻസും തന്നു, അതിനെ 2 ഇക്വേഷൻസ് ആയിട്ട് എഴുതി, അത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് നമ്മൾ പിയും ക്യൂവും കണ്ടുപിടിച്ചു. പിന്നെ ആ 2 റിസൾട്ട് നമുക്ക് തന്നിരിക്കുന്ന എൻ പിയുടെ വാല്യൂയും കൂടെ യൂസ് ചെയ്ത് എൻ കണ്ടുപിടിച്ചു. എൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സിന് എടുക്കാവുന്ന പോസിബിലിറ്റീസ് 0 തൊട്ട് n വരെയുള്ള വാല്യൂസ് ആയിരിക്കും. അതെല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ all the terms of the binomial distribution ആയി. So that's the end of this question. Now we shall move to another question. So the next question is, in a binomial distribution consisting of 5 independent trials, first and second terms are 0.4096 and 0.2048. Find p. So we are given a binomial distribution consisting of 5 independent trials, which means the parameter n is equal to 5, and we are asked to find p. P is a thing what we have to find out here. So the given conditions are the first and second terms of the binomial distribution. Which all terms? First and second term. What is this first term of binomial distribution function? It is p of x is equal to 0, and the second term is p of x is equal to 1. So let's find out the first term, that is nc0 p raised to 0 q raised to n minus 0. That will be n is 5, so 5c0 p raised to 0 into q raised to 5. Which is 5c0 is 1, so 1 into p raised to 0 is again 1 into q raised to 5, which is equal to q raised to 5. Let it be there. Now what is the second term? P of x is equal to 1, that is nc1 p raised to 1 q raised to n minus 1. We know that n is 5, so it is 5c1 p raised to 1 q raised to 5 minus 1, that is 4. So that is 5c1 is 5. So 5 into p into q raised to 4. So we got p of x is equal to 0 as q raised to 5 and p of x is equal to 1 as 5p q raised to 4. Now it is given that the first term is 0.4096, that is q raised to 5 is 0.4096. Again, the second term is 0.2048, that is 5p q raised to 4 is 0.2048. Now we have 2 equations here. So in order to find p, I am going to divide this equation by this equation, that is 5p q raised to 4 divided by q raised to 5, which is equal to 0.2048 divided by 0.4096. Now we have this equation implies q raised to 4 and q raised to 5 gets cancelled, and we have q in the denominator, which is equal to 5p divided by q, which is 0.2048 divided by 0.4096, which is equal to 1 by 2. Again simplifying this, we have 10p is equal to q. Cross multiplying, we get 10p is equal to q, and we know that q is 1 minus
P. So that is 10P is equal to 1 minus P, which means P taken to this side, 11P is equal to 1, which implies P is equal to 1 by 11. So we were asked to find P and we have found out that P is equal to 1 by 11. So that's the end of this question. Now we shall move to the next question. So the next question is to find out the fallacy in this statement. The mean of a binomial distribution is 5 and standard deviation is 3. We know that the mean of a binomial distribution is NP and it is given as 5 here. Again, the standard deviation is square root of NPQ, which is given as 3 here. So we know that square root of NPQ is 3 and squaring both sides we will get NPQ is equal to 3 square, that is 9. So ഇവിടെ NP 5 എന്നും കിട്ടി, NPQ 9 എന്നും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഈ ഇക്വേഷൻ, ദാറ്റ് ഇസ് NPQ divided by NP is equal to 9 yes divided by 5. So NP and NP gets cancelled and we will get Q is equal to 9 by 5. 9 by 5 എത്രയാണ്? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.8 ആണ്. അപ്പോൾ Q നമുക്ക് 1.8 എന്ന് കിട്ടി. Q 1.8 കിട്ടുക എന്നുള്ളത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. കാരണം നമുക്കറിയാം മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 1ൽ കൂടുതൽ പ്രോബബിലിറ്റി ഇല്ല, അതുപോലെ 0ൽ താഴെയും പ്രോബബിലിറ്റി ഇല്ല. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0 ലെസ് ദാൻ P ലെസ് ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ Pയും Qവും എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ എന്തെഴുതാം? ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പം അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഫാലസി എന്ന് പറയുന്നത്. Q ഒരിക്കലും 1നേക്കാളും കൂടുതൽ വരാൻ പാടില്ല. സോ നമുക്ക് നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 3 ആൻഡ് വേരിയൻസ് 2. മീനും വേരിയൻസും തന്നിട്ടുണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പം മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം NP ആണ്, അത് 3 എന്ന് തന്നിട്ടുണ്ട്. വേരിയൻസ് നമുക്കറിയാം NPQ ആണ്, അത് 2 എന്നും തന്നിട്ടുണ്ട്. അപ്പം മീനും വേരിയൻസും തന്നാൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. സോ NPQ ഡിവൈഡഡ് ബൈ NP ഇസ് ഈക്വൽ ടു 2 by 3. സോ 2 by 3. NP and NP gets cancelled and we will get Q is equal to 2 by 3. Q കിട്ടിക്കഴിഞ്ഞാൽ P 1 minus Q ആണ്, ദാറ്റ് ഇസ് 1 minus 2 by 3 which implies P is equal to 1 by 3. അപ്പോൾ Pയും കിട്ടി, Qവും കിട്ടി. അപ്പോൾ ആ Pയും Qവും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമുക്ക് ഈ Pയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് N into 1 by 3 is equal to 3, which means N is equal to 3 into 3 which is equal to 9. That is N equal to 9. So N കിട്ടി, P കിട്ടി, Q കിട്ടി. Nഉം Pയും Qവും കിട്ടിക്കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. P of x is equal to NCX. N is 9, that is 9CX. P raised to x, P is 1 by 3. 1 by 3 raised to x and Q raised to, that is 2 by 3 raised to N minus x, that is 9 minus x. And what are the values that x can take? Xന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? നമുക്കറിയാം N എന്ന് പറയുന്നത് 9 ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന് എടുക്കാവുന്ന പോസിബിൾ വാല്യൂസ് എന്താണ്? 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. അത്രയും വാല്യൂസാണ് എന്നിന് എടുക്കാൻ പറ്റുന്നത്. കാരണം എക്സ് എപ്പോഴും എന്താണ്? നമ്പർ ഓഫ് സക്സസ് ആണ്. N ടൈംസേ ഉള്ളൂ നമ്മൾ ട്രയൽ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സക്സസ് എന്താ മാക്സിമം എത്ര ആവാൻ പറ്റുള്ളൂ? 9 ആവാൻ പറ്റുള്ളൂ. മിനിമം സക്സസ് ഉണ്ടാവാനേ പറ്റത്തില്ല. അപ്പം എക്സ് 0 തൊട്ട് 9 വരെയുള്ള വാല്യൂസ് എടുക്കും. അപ്പം ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കറസ്പോണ്ടിങ് ടു ദ മീൻ 3 ആൻഡ് വേരിയൻസ് 2 എന്ന് പറയുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഫൈൻഡ് ഓൾ ദി ടേംസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്നിനും എക്സിന് 0 കിട്ടുമ്പോൾ ഉള്ള വാല്യൂ, 1 കിട്ടുമ്പോൾ ഉള്ള വാല്യൂ, അങ്ങനെ 9 വരെയുള്ള വാല്യൂസും കൂടെ കണ്ടുപിടിച്ചാൽ ക്വസ്റ്റ്യനുള്ള ആൻസറായി. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി സോൾവ് ചെയ്യാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
For a binomial distribution with n is equal to 6, the third term is 9 times the fifth term. Find p. നമുക്കൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ n തന്നിട്ടുണ്ട്, n 6 ആണ് തന്നിട്ടുണ്ട്. ഇനി ഒരു കണ്ടീഷൻ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേർഡ് ടേം എന്ന് പറയുന്നത് which is equal to 9 times the fifth term, that is 9 times 9 into the fifth term എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും? നമുക്കറിയാം n 6 ആയതുകൊണ്ട് നമ്പർ ഓഫ് സക്സസസ് എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ഇതാണ് എക്സിനുള്ള പോസിബിലിറ്റീസ്. ഇനി തേർഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1, 2, 3. എക്സ് ഇസ് ഈക്വൽ ടു 2, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും തേർഡ് ടേം എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 9 ടൈംസ് ഫിഫ്ത്ത് ടേം. എന്തായിരിക്കും ഫിഫ്ത്ത് ടേം? 1, 2, 3, 4, 5. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ആയിരിക്കും അവിടുത്തെ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഇനി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 നമുക്കറിയാം. എൻ സി എക്സ് നമുക്ക് എന്തറിയാം? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ എൻ എന്താണ്? 6 ആണ്. 6 സി എക്സ് ദാറ്റ് ഇസ് 6c2 പി റേസ് ടു എക്സ് പി റേസ് ടു 2 ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ദാറ്റ് ഇസ് 6 മൈനസ് 2 4 which is equal to 9 into p of x is equal to 4 that is 6c4 into p raised to 4 into q raised to 2. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി 6c2 എന്താണെന്ന് നോക്കാം. 6 into 5 divided by 1 into 2 into p square q raised to 4 is equal to 9 into 6c4ഉം 6c2ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 6 into 5 into 1 into 2 എന്ന് എഴുതാം, ഇൻറ്റു പി റേസ് ടു 4 ഇൻറ്റു ക്യൂ സ്ക്വയർന്ന് കിട്ടി. അപ്പം ഈ സൈഡിലും 6 into 5 by 1 into 2 ഉണ്ട്, ഈ സൈഡിലും 6 into 5 by 1 into 2 ഉണ്ട്. അപ്പം രണ്ടും ഏതൊരു ഈ സൈഡിലേക്കോ ആ സൈഡിലേക്കോ കൊണ്ടുപോയാലും ക്യാൻസലായി പോകും. സോ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ വീണ്ടും ഇവിടെ ഒരു പി സ്ക്വയർ ഉണ്ട്, ഇവിടെ പി റേസ് ടു 4 ഉണ്ട് അല്ലേ. ഈ പി റേസ് ടു 4നെ പി സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ എന്ന് എഴുതാമല്ലോ, എഴുതാം. അപ്പോൾ ഈ പി സ്ക്വയറും ഇതിലെ ഒരു പി സ്ക്വയറും കൂടി ക്യാൻസലാവും. സിമിലർലി ഇവിടെയുള്ള ക്യൂ റേസ് ടു 4നെ ക്യൂ സ്ക്വയർ ഇൻറ്റു ക്യൂ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അങ്ങനെയെങ്കിൽ ഈ ക്യൂ സ്ക്വയറും ഈ ക്യൂ സ്ക്വയറും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ക്യാൻസൽ ആയിക്കോളും. So what is remaining here is q square is equal to 9 into p square. ഇനി നമുക്കറിയാം പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ. ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 മൈനസ് പി ആണ്. സോ 1 മൈനസ് പി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9p സ്ക്വയർ എന്ന് കിട്ടി. ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. സോ 1 സ്ക്വയർ minus 2 into a into b that is 2 into 1 into p plus b square that is plus p square which is equal to 9p square. So now we will make it into all the terms of this side into this side, that is 9p square minus p square is 8p square. Again minus 2p will become plus 2p here and 1 will go taken to this side and will become minus 1 which is equal to 0. And we know that this is a quadratic equation. ഇതൊരു quadratic equation ആണ്. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നാണ് നമുക്കറിയാം. എ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് ഇവിടെ പി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് അത് 8 ആണ്. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് പിയുടെ കോഎഫിഷ്യൻ്റ് അതിവിടെ 2 ആണ്. ആൻഡ് സി ഇസ് ദ കോൺസ്റ്റൻറ്റ് ടേം, സി ഇവിടെ -1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുലയിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. p is equal to minus b that is minus 2 plus or minus square root of b square minus 4ac, b square 4 minus 4 into a 8 into c minus 1 by 2a that is 2 into 8. So minus 2 plus or minus square root of 4 into minus 4 into 8 എന്താണ്? minus 30. ഓക്കെ, മൈനസ് 32 ആണ്. മൈനസ് 32 ഇൻറ്റു -1 എന്ന് പറയുന്നത് പ്ലസ് 32 ആണ്. ബൈ 2 ഇൻറ്റു 8 is 16. സോ -2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 36, 4 പ്ലസ് 32 36 ആണ് ബൈ 16. സോ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 36 6 ആണ്.
16 എന്ന് വരും. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ -2 + 6/2, അതായത് ഈക്വൽ ടു -2 + 6/2 ഓർ -2 - 6/2. അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്? വിച്ച് ഇസ് ഈക്വൽ ടു -2 + 6 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4/2 ഓർ -2 - 6 എന്ന് പറയുന്നത് -8 ആണ്. -8/2. അപ്പോൾ 4/2 നമുക്കറിയാം 2 ആണ്. ഓർ we have 16 in the denominator, so -2 + 6 ± 6/16/16. Okay, -2 + 6/16, അതായത് -2 + 6 4 ആണ്. അപ്പോൾ 4/16 ഓർ -2 - 8 8 ആണ്. അപ്പം -2 - 6 -8 ആണ്. സോ -8/16. So 4/16 is 1/4 or -8/16 is -1/2. അപ്പം ഇതാണ് പിക്ക് വരാവുന്ന രണ്ട് പോസിബിലിറ്റീസ് എന്ന് കിട്ടി. 1/4 അല്ലെങ്കിൽ -1/2. നമുക്കറിയാം പ്രോബബിലിറ്റി എപ്പോഴും 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. പക്ഷേ ഇതൊരു നെഗറ്റീവ് നമ്പറാണ്. അപ്പം ഇത് പോസിബിൾ അല്ല. സോ വി വിൽ കൺക്ലൂഡ് ദാറ്റ് പി ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ നമ്മുടെ പിയുടെ വാല്യൂ നമുക്ക് എന്താണെന്ന് കിട്ടി? 1/4 ആണെന്ന് കിട്ടി. അതായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ n തന്നിരുന്നു, തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും തമ്മിലുള്ള റിലേഷനും തന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് പിയുടെ വാല്യൂവും കണ്ടുപിടിച്ചു. അപ്പം അങ്ങനത്തെ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വിവിധ പാരാമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.